ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ബ്രെഡ് കൊണ്ടാണ് ഇന്ന് ദോശ തയ്യാറാക്കുന്നത്. ദോശമാവോ ഉഴുന്നോ ഒന്നും വേണ്ടാതെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ദോശ എങ്ങനെയാണെന്ന് നോക്കാം. ദോശ തയ്യാറാക്കാനായി ആദ്യം വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ദാണ്ടെ ഒരു 5 എടുത്തിട്ടുണ്ട് ബ്രെഡ്. ഇതിൻ്റെ ഈ മൊരിഞ്ഞ ഭാഗങ്ങളൊന്നും നമുക്ക് വേണ്ട, അത് ദോശയുടെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 ഭാഗത്തുള്ള ഈ മൊരിഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ടൊന്ന് പിച്ചിയിടാം. ബ്രെഡെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. വേറെ ഒന്നും ചേർക്കാതെ ഈ ബ്രെഡ് മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ ദാണ്ടെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കരണ്ടി കൊണ്ട് എടുത്ത് കാണിക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്നും ആകാതെ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ വേണം എടുക്കാൻ. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 5 ബ്രെഡിനാണ് ഞാൻ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിനി കുറച്ചുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. റവയും കൂടെ ആയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ ഇതുപോലത്തെ ദോശ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം എടുത്ത് വയ്ക്കുക. അതിൽ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നിങ്ങൾ കട്ടി അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ 1 നുള്ള് സോഡാപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് മതിയാകും. അങ്ങനെ ദാണ്ടെ അടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ കട്ടി ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ സാധാരണ ദോശമാവിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും കട്ടിക്ക് തന്നെ ആണ് ഇതിൻ്റെ ആവശ്യം. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാണ്ടെ ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ ഉപ്പും 1 തുള്ളി സോഡാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായ സമയത്തിന് നമുക്കിതിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയൊരു മധുരമുള്ള ദോശയാണിത്. നമ്മൾ ബ്രെഡാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ചെറിയ രീതിയിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചെറിയ രീതിയിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്നതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതിയാകും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ദോശ ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാനും വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 പാൻ രണ്ടിടത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഏതാണ്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാതെയും എടുക്കാം. അതൊക്കെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ദോശയുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അങ്ങനെ ഞാൻ ദോശ എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ മുരിഞ്ഞപ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. വളരെ സിമ്പിളായിട്ട് ഈ ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.